ഒന്ന് മക്ബായർ അധ്യായം 15. അന്തിയൊക്യസുമായി സഖ്യം. ദമത്രിയൂസ് രാജാവിൻ്റെ പുത്രനായ അന്തിയൊക്യസ് പുരോഹിതനും യഹൂദരുടെ അധിപനുമായ ശിമയോനും യഹൂദ ജനത്തിനുമായി സമുദ്രദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: പ്രധാന പുരോഹിതനും അധിപനുമായ ശിമയോനും യഹൂദജനത്തിനും അന്തിയൊക്യസ് രാജാവിൻ്റെ അഭിവാദനം. ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരുന്നു. അതിന്മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വലിയ ഒരു കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുതുന്നതിന് എൻ്റെ രാജ്യത്ത് എത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതിയിളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു. അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിലും നിന്ന് ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു. നിങ്ങളുടെ രാജ്യത്തിനു വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു. ജെറുസലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു. നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെയായിരിക്കും. രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തു വീട്ടേണ്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു. ഞങ്ങൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിൻ്റെയും നിൻ്റെ ജനത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും. 174 ആണ്ടിൽ അന്തിയൊക്യസ് തൻ്റെ പിതാക്കന്മാരുടെ ദേശത്ത് എത്തി അതിനെ ആക്രമിച്ചു. സേനകൾ അവനോട് ചേർന്നു. വളരെ കുറച്ചുപേർ മാത്രമേ ടിഫ്രോയോടൊത്ത് നിന്നുള്ളൂ. അന്തിയൊക്യസ് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്ത സമുദ്രതീരത്തുള്ള ദോറിലെത്തി. സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. അന്തിയൊക്യസ് ദോറിനെതിരെ പാളയമടിച്ചു. അവനോടൊപ്പം 120,000 യോദ്ധാക്കളും 8,000 കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു. അവൻ നഗരം വളഞ്ഞു. കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിലേർപ്പെട്ടു. അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. അകത്ത് കടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല. ലൂസിയൂസിൻ്റെ കത്ത്. രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി നുമേനിയൂസും സംഘവും റോമായിൽ നിന്ന് എത്തി. അതിലിങ്ങനെ എഴുതിയിരുന്നു: ടോളമി രാജാവിന് റോമാ സ്ഥാനപതിയായ ലൂസിയൂസിൻ്റെ അഭിവാദനം. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വസൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വന്നിരുന്നു. പ്രധാന പുരോഹിതനായ ശിമയോനും യഹൂദജനവുമാണ് അവരെ അയച്ചത്. 1000 മീന തൂക്കമുള്ള ഒരു സുവർണ പരിച അവർ കൊണ്ടുവന്നു. അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് സ്വർണ്ണ പരിച സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി. ആകയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ ശിമയോന് കൈമാറുക. അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ. ഇതേ വിവരങ്ങൾ തന്നെ ദമത്രിയൂസ് രാജാവിനും അത്താലൂസിനും അരിയാറാത്തസിനും അർസാക്യസിനും സ്ഥാനപതി എഴുതി. സംസാമസ്, സ്പാർത്ത, ദേലോസ്, മിൻദോസ്, സിസിയോൻ, കാരിയ, സാമോസ്, പംഫീലിയ, ലിസിയ, ഹലീക്കാർ നാസൂസ്, റോദേസ്, ഫസേലിസ്, കോസ്, സീദെ, അരാദൂസ്, ഗോർത്തീന, സ്നീദൂസ്, സൈപ്രസ്, കിറേനെ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശമയച്ചു. ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമയോനും അയച്ചു കൊടുത്തു. അന്തിയൊക്യസ് പിണങ്ങുന്നു. അന്തിയൊക്യസ് രാജാവ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചു. പുറത്തു പോകാനോ അകത്തു കടക്കാനോ കഴിയാത്ത വിധം ടിഫ്രോയെ അതിനുള്ളിലാക്കി. സ്വർണം, വെള്ളി, ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ 2000 യോദ്ധാക്കളെ ശിമയോൻ അന്തിയൊക്യസിൻ്റെ അടുത്തേക്ക് അയച്ചു. അവരെ സ്വീകരിക്കാൻ അവൻ വിസമ്മതിച്ചു. ശിമയോനുമായി മുൻപുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു. അന്തിയൊക്യസ് തൻ്റെ മിത്രമായ അത്തനോബിയൂസിനെ ഈ സന്ദേശവുമായി അയച്ചു: ജോപ്പായും ഗസറായും ജെറുസലേം കോട്ടയും നിൻ്റെ നിയന്ത്രണത്തിലാണ്. അവ എൻ്റെ രാജ്യത്തെ നഗരങ്ങളാണ്.
നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എൻ്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരികയും യൂദായയുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കുള്ള കപ്പം തരികയും ചെയ്യുക. അല്ലെങ്കിൽ അവയ്ക്ക് പകരം 500 താലന്ത് വെള്ളിയും നീ വരുത്തിവെച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ 500 താലന്തും കൂടി നൽകുക. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും. രാജമിത്രമായ അത്തനോബിയൂസ് ജെറുസലേമിലെത്തി ശിമിയോൻ്റെ പ്രതാപവും ഭക്ഷണമേശയ്ക്കരികെ തട്ടുതട്ടായി അടുക്കി വെച്ചിരുന്ന സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും അവൻ്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി. അവൻ രാജസന്ദേശം ശിമിയോനെ അറിയിച്ചു. ശിമിയോൻ ഇങ്ങനെ മറുപടി നൽകി: ശത്രുക്കൾ ഒരു കാലത്ത് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവയ്ക്ക് 100 താലന്ത് ഞങ്ങൾ തന്നുകൊള്ളാം. അത്തനോബിയൂസ് ഒന്നും മറുപടി പറഞ്ഞില്ല. അവൻ ക്രോധത്തോടെ മടങ്ങി രാജസന്നിധിയിലെത്തി. ഈ സന്ദേശവും ശിമിയോൻ്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു. രാജാവ് അത്യധികം കുപിതനായി. ടിഫ്രോ ഒരു കപ്പലിൽ കയറി ഓർത്തോസിയായിലേക്ക് രക്ഷപ്പെട്ടു. രാജാവ് സെദ്ദോബിയൂസിനെ തീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവന് ഭടന്മാരെയും കുതിരപ്പടയാളികളെയും നൽകുകയും ചെയ്തു. യൂദയായ്ക്കെതിരെ പാളയമടിക്കാനും കെദ്രോൻ പുനരുദ്ധരിച്ച കവാടങ്ങൾ സുശക്തമാക്കാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനും രാജാവ് അവന് കൽപ്പന നൽകി. രാജാവ് ടിഫ്രോയെ അനുധാവനം ചെയ്തു. സെന്ദേബെയൂസ് യാമ്നിയായിലെത്തി ജനത്തെ പ്രകോപിക്കാനും യൂദയ കയ്യേറി ആളുകളെ തടവുകാരായി പിടിച്ചു കൊല്ലാനും തുടങ്ങി. രാജകൽപ്പനയനുസരിച്ച് കെദ്രോൻ പുതുക്കി പണിയുകയും അവിടെ യൂദയായിലെ രാജവീഥികൾ കാക്കുന്നതിന് കുതിരപ്പടയാളികളെയും ഭടന്മാരെയും നിർത്തുകയും ചെയ്തു.